എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടറി ടെസ്റ്റ് എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ സെഗ്മെൻ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ചാനലിൽ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതൊരു എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് കറണ്ട് അഫയേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്നാണ് നമ്മുടെ ടാർഗറ്റ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പാരീസ് പാരാലിമ്പിക്സ് 2024 ഡീറ്റെയിൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് 2024 പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ പെർഫോമൻസ് ആണ്. ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. Record breaking performance at the Paris 2024 Paralympics with 84 para-athletes competing across 12 disciplines. ഇത്തവണത്തെ പാരാലിമ്പിക്സിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 84 അത്ലറ്റ്സ് ആണ് പോയത്. അവർ മൊത്തത്തിൽ 12 ഡിസിപ്ലിൻസിലാണ് കോമ്പീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 13ാമത്തെ തവണയാണ് ഇന്ത്യ പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. 2020 ടോക്കിയോ പാരാലിമ്പിക്സായിട്ട് കമ്പയർ ചെയ്യുമ്പം 3 പുതിയ ഇവൻറ്റ്സ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുണ്ടായി. അതേതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ന്യൂ അഡീഷൻസ് ടു ഇന്ത്യസ് റെപ്രസെൻറ്റേഷൻ ഇൻക്ലൂഡഡ് പാരാസൈക്ലിംഗ്, പാരാ റോവിംഗ് ആൻഡ് ബ്ലൈൻഡ് ജൂഡോ. ഈ 3 ഡിസിപ്ലിൻസ് ആണ് ഇന്ത്യ പുതിയതായിട്ട് കോമ്പീറ്റ് ചെയ്തത്. അടുത്ത ഇന്ത്യയുടെ ഒരു ഓവറോൾ മെഡൽ ടാലിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തവണ 29 മെഡൽസാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. 7 ഗോൾഡും 9 സിൽവറും 13 ബ്രോൺസും ചേർന്ന് ടോട്ടൽ 29 മെഡൽസാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽസ് നേടിയിട്ടുള്ള പാരാലിമ്പിക്സും ഇത് തന്നെയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് ടോക്കിയോ 2020 പാരാലിമ്പിക്സ് ആണ്. അന്ന് ഇന്ത്യ നേടിയത് 19 മെഡലാണ്. അതിൽ 5 ഗോൾഡ് ഉണ്ടായിരുന്നു. ടോട്ടൽ മെഡൽ ടാലിയിൽ ഇന്ത്യ ഇത്തവണ ഫിനിഷ് ചെയ്തത് 18ാം പൊസിഷനിലാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്തത് ചൈനയാണ്. 220 മെഡലാണ് ചൈന കരസ്ഥമാക്കിയത്. രണ്ടാമത് ഫിനിഷ് ചെയ്തത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. 124 മെഡലാണ് ഗ്രേറ്റ് ബ്രിട്ടൻ കരസ്ഥമാക്കിയത്. മൂന്നാമത് USA 105 മെഡൽസ്. ആദ്യം ഷൂട്ടിംഗ് ആണ്. ആവണി ലഖര made history as the first Indian woman to win 2 Paralympic goals, defending her title in the women's 10-meter air rifle standing SH1 with a new Paralympic record. ടോക്കിയോ 2020 ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്ന ആവണി ലഖര എന്ന് പറയുന്ന ഇന്ത്യൻ ഷൂട്ടർ ഇത്തവണയും അതായത് 2024 പാരീസ് പാരാലിമ്പിക്സിലും 10-meter എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയുണ്ടായി. ഇതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നേടിയ ഗോൾഡ് ഡിഫെൻഡ് ചെയ്യുന്ന, അതായത് ആദ്യമായിട്ട് ഒരു ഗോൾഡ് മെഡൽ നേടി അത് അടുത്ത ഒളിമ്പിക്സിൽ ഡിഫെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്ന നേട്ടം ആവണി ലഖര കരസ്ഥമാക്കിയുണ്ടായി. അതേ ഈവൻറ്റിൽ മോണ അഗർവാൾ എന്ന് പറയുന്ന ഇന്ത്യൻ ഷൂട്ടർ ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി. 10-meter എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് ആവണി ലഖര, ബ്രോൺസ് കരസ്ഥമാക്കിയത് മോണ അഗർവാൾ. അടുത്ത മറ്റൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് റുബിന ഫ്രാൻസിസ് വോൺ ബ്രോൺസ് ഇൻ വുമൻസ് 10-meter എയർ പിസ്റ്റൽ SH1. റുബീന ഫ്രാൻസിസ് വോൺ ബ്രോൺസ് ഇൻ വുമൻസ് 10-meter എയർ പിസ്റ്റൽ SH1. അടുത്തത് മനീഷ് നർവാൾ ടോക്കിയോ 2020 ഗോൾഡ് മെഡലിസ്റ്റ് ക്ലിഞ്ച് സിൽവർ ഇൻ മെൻസ് 10-meter എയർ പിസ്റ്റൽ SH1. അതായത് ടോക്കിയോ 2020 പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മനീഷ് നർവാൾ എന്ന് പറയുന്ന ഷൂട്ടർ 2024 പാരാലിമ്പിക്സിൽ അതേ 10-meter എയർ പിസ്റ്റൽ ഈവൻറ്റിൽ സിൽവർ നേടുകയുണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് അത്ലറ്റിക്സിലെ പെർഫോമൻസ് ആണ്. പ്രീതിപ് പാൽ സെക്യൂർഡ് ഇന്ത്യസ് ഫസ്റ്റ് എവർ ട്രാക്ക് മെഡൽ ഏർണിംഗ് ബ്രോൺസ് ഇൻ വുമൻസ് 100-meter T35. 100-meter T35 ഈവൻറ്റിൽ പ്രീതിപ് പാൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയുണ്ടായി. അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ ട്രാക്ക് മെഡൽ നേട്ടമാണ് പ്രീതിപ് പാൽ കരസ്ഥമാക്കിയത്. അതിനുശേഷം 200-meter T35 ഈവൻറ്റിൽ പ്രീതിപ് പാൽ വീണ്ടും ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി, മേക്കിംഗ് ഹർ ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു വിൻ 2 അത്ലറ്റിക്സ് മെഡൽസ് അറ്റ് പാരാലിമ്പിക്സ്. അടുത്ത് നോക്കി, സുമിത് ആൻറ്റിൽ ഡിഫെൻഡഡ് ഹിസ് ജാവലിൻ ത്രോ F64 goal, breaking his own record 3 times. He is the second Indian ടു ഡിഫെൻഡ് ഗോൾഡ്. ടോക്കിയോ 2020 പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ജാവലിൻ ത്രോവർ ആയിട്ടുള്ള സുമിത് ഇത്തവണ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ വീണ്ടും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് 2024 പാരീസ് പാരാലിമ്പിക്സിലും ഗോൾഡ് മെഡൽ നേടുകയുണ്ടായി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആവണി ലഖാര ബിഗെയിൻ ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഡിഫെൻഡ് എ ഗോൾഡ് മെഡൽ. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ ഒരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കിയത്. ഹീസ് എ സെക്കൻഡ് ഇന്ത്യൻ ടു ഡിഫെൻഡ് ഗോൾഡ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുന്ന മറ്റൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് നവദീപ് സിംഗിനെയാണ്. നവദീപ് സിംഗ് set Paralympic record in F41 javelin throw to win gold.
Navdeep Singh set a Paralympic record in F41 javelin throw to win gold medal. So Navdeep Singh ഈ പറയുന്ന F41 ജാവലിൻ ത്രോ എന്ന് പറയുന്ന ഈവൻറ്റിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയുണ്ടായി. അദ്ദേഹം പാരലമ്പിക് റെക്കോർഡ് കൂടിയാണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. ടോക്കിയോ 2020 പാരലമ്പിക്സിൽ സിൽവർ മെഡൽ നേടിയ ഹൈ ജമ്പ് താരമായിട്ടുള്ള നിഷാദ് കുമാറും ഡിസ്കസ് ത്രോയറായിട്ടുള്ള യോഗേഷ് കത്തൂനിയും ഇത്തവണയും സിൽവർ മെഡൽ കരസ്ഥമാക്കുകയുണ്ടായി. സോ നിഷാദ് കുമാർ മെൻസ് ഹൈ ജമ്പ് T47 ആൻഡ് യോഗേഷ് കത്തൂനിയ മെൻസ് ഡിസ്കസ് ത്രോ F56 repeated the silver medal wins from Tokyo 2020. അടുത്തൊരു പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് ആണ് മാരിയപ്പൻ തങ്കവേലു became the first Indian to win medal 3 consecutive Paralympics, completing a set with bronze in the men's high jump T63. അതായത് 2016 റയോ പാരലമ്പിക്സിൽ ഗോൾഡും 2020 ടോക്കിയോ പാരലമ്പിക്സിൽ സിൽവറും കരസ്ഥമാക്കിയ മാരിയപ്പൻ തങ്കവേലു ഇത്തവണത്തെ പാരീസ് പാരലമ്പിക്സിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയുണ്ടായി. അടുത്തത് ധരംബീർ വോൺ ഗോൾഡ് ഇൻ മെൻസ് ക്ലബ് ത്രോ F51 വിത്ത് പ്രണവ് സൂർമ സെക്യൂറിംഗ് സിൽവർ, മാർക്കിംഗ് ഇന്ത്യസ് ഫസ്റ്റ് എവർ 1-2 ഫിനിഷ് ഇൻ അത്ലറ്റിക്സ് അറ്റ് പാരലമ്പിക്സ്. അതർ നോട്ടബിൾ വിന്നേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻക്ലൂഡഡ് അജിത് സിംഗ് സിൽവർ മെഡൽ ഇൻ മെൻസ് ജാവലിൻ ത്രോ F46, സുന്ദർ സിംഗ് ഗുർജർ ബ്രോൺസ് മെഡൽ ഇൻ മെൻസ് ജാവലിൻ ത്രോ F46, ശരത് കുമാർ സിൽവർ മെഡൽ ഇൻ മെൻസ് ഹൈ ജമ്പ് T63 ആൻഡ് സിമ്രാൻ ബ്രോൺസ് മെഡൽ ഇൻ വുമൻസ് 200 മീറ്റർ T12. സോ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ വായിച്ച് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൊക്കാട്ടോ ഹൊക്കോഷെ സെമ ഏൺ ബ്രോൺസ് ഇൻ മെൻസ് ഷോട്ട് പുട്ട് F57 വൈൽ സച്ചിൻ കിലാരി വോൺ സിൽവർ ഇൻ മെൻസ് ഷോട്ട് പുട്ട് F46. ഈ രണ്ട് അച്ചീവ്മെൻറ്റ്സും കൂടെ ഓർത്തു വെക്കുക. ഇനിയിപ്പോൾ ബാഡ്മിൻ്റണിലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മെഡൽ വിന്നേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിതീഷ് കുമാർ വോൺ ഇസ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഇൻ മെൻസ് സിംഗിൾസ് SL3. ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മനീഷ രാമദാസ് ഏൺ ഇന്ത്യസ് ഫസ്റ്റ് വുമൻസ് ബാഡ്മിൻ്റൺ മെഡൽ വിത്ത് ബ്രോൺസ് മെഡൽ ഇൻ വുമൻസ് സിംഗിൾസ് SU5. അതുപോലെ തന്നെ മറ്റൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് തുളസിമതി മുരുകേശൻ സെക്യൂർഡ് സിൽവർ മെഡൽ ഇൻ ദ സെയിം കാറ്റഗറി. നോർമലി ആദ്യം ബ്രോൺസ് മെഡൽ തീരുമാനമായിട്ടാണല്ലോ പിന്നെ സിൽവർ മെഡലിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ വുമൻസ് ബാഡ്മിൻ്റൺ മെഡൽ കരസ്ഥമാക്കിയത് മനീഷ രാമദാസ് ആണ്, ബ്രോൺസ്. അതേ ഇവൻറ്റിൽ തന്നെ തുളസിമതി മുരുകേശൻ സെക്യൂർഡ് സിൽവർ ഇൻ ദ സെയിം കാറ്റഗറി. അടുത്തത് സുഹാസ് യതിരാജ് ക്ലെയിംഡ് സെക്കൻഡ് കോൺസിക്യൂട്ടീവ് സിൽവർ ഇൻ മെൻസ് സിംഗിൾസ് SL4. അതായത് 2020 പാരലമ്പിക്സിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ സുഹാസ് എൽ യതിരാജ് ഇത്തവണയും ബാഡ്മിൻ്റൺ സിംഗിൾസ് SL4 ഈവൻറ്റിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കുകയുണ്ടായി. അടുത്ത മറ്റൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നിത്യാശ്രീ ശിവൻ ആഡഡ് ബ്രോൺസ് ഇൻ വുമൻസ് സിംഗിൾസ് SH6. ബ്രോൺസ് മെഡലാണ് നിത്യാശ്രീ ശിവൻ കരസ്ഥമാക്കിയത്. ഇനിയിപ്പോൾ ആർച്ചറിയിലെ അച്ചീവ്മെൻറ്റ്സ് നോക്കാം. ശീതൽ ദേവി ആൻഡ് രാകേഷ് കുമാർ വോൺ ബ്രോൺസ് മെഡൽ ഇൻ മിക്സഡ് ടീം കോമ്പൗണ്ട് ഓപ്പൺ. ആർച്ചറിയുടെ ഒരു ഈവൻ്റാണ്. അതിൽ ശീതൽ ദേവിയും രാകേഷ് കുമാറും കൂടെ ചേർന്ന് ആ പറയുന്ന മിക്സഡ് ടീം ഈവൻറ്റിൽ ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി. ഈ ഒരു അച്ചീവ്മെൻറ്റിലൂടെ 17 വയസ്സുള്ള ശീതൽ ദേവി ബിക്കെയിം ഇന്ത്യസ് യങ്ങസ്റ്റ് പാരലമ്പിക് മെഡലിസ്റ്റ് ആൻഡ് ദി ഓൺലി ആക്റ്റീവ് ഫീമെയിൽ ആർച്ചർ കോമ്പീറ്റിംഗ് വിത്തൗട്ട് ആംസ്. അടുത്ത് ഹർവീന്ദർ സിംഗ് ഏൺ ഇന്ത്യസ് ഫസ്റ്റ് എവർ ഗോൾഡ് ഇൻ ആർച്ചറി വിന്നിംഗ് ദ മെൻസ് ഇൻഡിവിജ്വൽ റിക്കർവ് ഓപ്പൺ ഈവൻറ്റ്. ആർച്ചറിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് ഹർവീന്ദർ സിംഗ് ആണ്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട മറ്റ് വിജയങ്ങളാണ്. കപിൽ പാർമർ വോൺ ഇന്ത്യസ് ഫസ്റ്റ് പാരാലിമ്പിക് ജൂഡോ മെഡൽ ടേക്കിംഗ് ബ്രോൺസ് ഇൻ മെൻസ് 60 kg J1 കാറ്റഗറി. ജൂഡോയിൽ ഇന്ത്യയുടെ ആദ്യത്തെ പാരാലിമ്പിക് മെഡൽ കരസ്ഥമാക്കിയത് കപിൽ പർമറാണ്. ഈവൻറ്റിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അടുത്ത വേൾഡ് ചാമ്പ്യൻ ദീപ്തി ജീവൻജി ക്ലെയിം ബ്രോൺസ് മെഡൽ ഇൻ വുമൻസ് 400 മീറ്റർ T20, ബിക്കമിംഗ് ദ ഫസ്റ്റ് ഇൻ്റലക്ച്വലി ഇംപെയർഡ് ഇന്ത്യൻ അത്ലറ്റ് ടു വിൻ എ പാരലമ്പിക് മെഡൽ. 2024 പാരാലിമ്പിക്സാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അതുപോലെ തന്നെ പാരലമ്പിക്സിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് 2024 മുമ്പുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫാക്ടറുകളും കൂടി ചേർന്നിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.